In the stillness between each bell, the Word of God is waiting to echo in our hearts. Welcome to Echoes of the Word. സഹോദരീ സഹോദരന്മാരെ, ഇവിടെ നിന്ന് വളരെ അകലെ കാഠ്മണ്ഡുവിന്റെ താഴ്വരകളിൽ ഒരു പുരാതന ആചാരം ശ്വസിക്കുന്നു. 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തു. അവൾ ജനക്കൂട്ടത്തെ അന്വേഷിക്കുന്നില്ല. ജനക്കൂട്ടം അവളെ അന്വേഷിക്കുന്നു. അമ്മമാർ കുഞ്ഞുങ്ങളെ അവളുടെ ജനാലയിലേക്ക് ഉയർത്തുന്നു. മൂപ്പന്മാർ കുമ്പിടുന്നു. പ്രാർത്ഥനകൾ പോലെ പൂക്കൾ വീഴുന്നു. എല്ലാവരും കാത്തിരിക്കുന്നു. ദർശനത്തിനായി. ഒരു കാഴ്ചന്, ഒരു അനുഗ്രഹം, ഒരു പ്രത്യാശ, ഒരു ദൈവകുട്ടിയെ തിരയുന്ന മനുഷ്യവംശം. മനോഹരം, ആത്മാർത്ഥത, അപൂർണം. എപ്പിഫാനി എന്താണ് അത്ഭുതപ്പെടുത്തുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യവംശമല്ല, ദൈവം തന്റെ മക്കളെ അന്വേഷിക്കുന്നു. മുകളിലേക്ക് ആഞ്ഞുവീശുന്ന ജനക്കൂട്ടമല്ല, എല്ലാ ജനതകളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു കുട്ടി. ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു. തിരയൽ ആരംഭിക്കുന്നു. വിദ്വാൻമാർ പുറത്തുള്ളവരായിരുന്നു. ജൂതന്മാരല്ല, പുരോഹിതന്മാരല്ല, ജ്യോതിശാസ്ത്രജ്ഞർ, അന്വേഷകർ. ദൈവം അവരുടെ ഭാഷയിൽ സംസാരിച്ചു. ചുരുളുകളല്ല, പക്ഷേ ആകാശങ്ങൾ. സൂര്യൻ എല്ലാം കാണുന്ന അവന്റെ നോട്ടം. ചന്ദ്രൻ നമ്മുടെ ഇരുട്ടിനുള്ള വെളിച്ചം. നക്ഷത്രങ്ങൾ അവന്റെ മഹത്വം മന്ത്രിക്കുന്നു. സമുദ്രങ്ങൾ അനന്തത പ്രഖ്യാപിക്കുന്നു. പർവ്വതങ്ങൾ ശക്തിയോടെ നിൽക്കുന്നു. അനേകർ അടയാളങ്ങളെ ആരാധിക്കുന്നു. വിദ്വാൻമാർ അവരെ പിന്തുടർന്നു, അടയാളങ്ങളുടെ കർത്താവിലേക്ക്. യേശയ്യാവ് വിളിച്ചു പറഞ്ഞു, എഴുന്നേൽക്കൂ, പ്രകാശിക്കൂ, നിങ്ങളുടെ വെളിച്ചം വന്നിരിക്കുന്നു. വെളിച്ചം പ്രവേശിച്ചപ്പോൾ നക്ഷത്രം നീങ്ങി. അങ്ങനെ അവർ നീങ്ങി. വീടുകൾ വിട്ടു. ആശ്വാസം, സുരക്ഷ. ഒരു ചോദ്യത്തിലൂടെ അപകടങ്ങളെ മറികടന്നു. നവജാത രാജാവ് എവിടെ? അവനെ ആരാധിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. മറ്റു ചിലർ തിരഞ്ഞു. ഹെറോദ് ഭയത്തിന്റെ കൊട്ടാരങ്ങളിൽ നിന്ന്, ശാസ്ത്രിമാർ നിശ്ചയദാർഢ്യത്തിന്റെ പുസ്തകങ്ങളിൽ നിന്ന്. വിദ്വാൻമാർ മാത്രം എത്തി. എന്തുകൊണ്ട്? അവർ ആരാധനയ്ക്കാണ് വന്നത്, നിയന്ത്രിക്കാനല്ല. നമുക്ക് മുന്നിൽ 3 ഹൃദയങ്ങൾ. ഹെറോദ് ഭീഷണിപ്പെടുത്തിയവൻ, വിശുദ്ധ വാക്കുകൾക്ക് പിന്നിൽ അക്രമാസക്തൻ. ശാസ്ത്രിമാർ എല്ലാം അറിയുന്നവർ, ഒന്നും ഉപേക്ഷിക്കുന്നില്ല. വിദ്വാൻമാർ മുട്ടുകുത്തി. അവർ അകത്തു കടക്കുന്നു. ശിശു മറിയോടൊപ്പം തിരുവെഴുത്ത് മന്ത്രിക്കുന്നു. അവർ വീണു. അവനെ ആരാധിച്ചു. സ്വർണം ഒരു രാജാവിനു വേണ്ടി, കുന്തുരുക്കം ദൈവത്തിനു വേണ്ടി, മൂർ കഷ്ടപ്പെടുന്ന രക്ഷകനു വേണ്ടി. അറിയാതെ അവർ സുവിശേഷം അവന്റെ കാൽക്കൽ വെച്ചു. നൂറ്റാണ്ടുകളായി വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുന്നു. രഹസ്യം വെളിപ്പെടുത്തി. വിജാതീയർ സഹാവകാശികൾ. ഒരു ശരീരം, ഒരു വാഗ്ദാനവും, ഒരു ഗോത്രവും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഒരു ജനതയും മറന്നുപോയിട്ടില്ല. എപ്പിഫാനി, യേശു എല്ലാവർക്കും. എന്നാൽ ഇത് കേൾക്കൂ സഭ. ഹെറോഡുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്നു. എപ്പോഴും കിരീടധാരണം ചെയ്യപ്പെടുന്നില്ല, പക്ഷേ ഭയങ്കരരാണ്. പ്രശ്നം ഒരിക്കലും യേശുവായിരുന്നില്ല. പ്രശ്നം അവന്റെ ചോദ്യമാണ്. മുട്ടുകുത്തി. മാറ്റം, ആരാധന. വിദ്വാൻമാർ മറ്റൊരു വഴിയിലൂടെ. ഒരു ക്രിസ്തുവിന്റെയും കണ്ടുമുട്ടൽ നിങ്ങളെ മാറ്റമില്ലാതെ വിടുന്നില്ല. എപ്പിഫാനി നിങ്ങളോട് ചോദിക്കുന്നു, ഏത് ഹൃദയമാണ് നിങ്ങളുടേത്? നിസ്സംഗത അറിയുന്നുവെങ്കിലും ഒരിക്കലും മുട്ടുകുത്താത്ത ശാസ്ത്രിമാരെ പോലെ, ഭയങ്കര ശക്തിയെ കാക്കുന്ന ഹെരോദാവിനെ പോലെ. ആരാധിക്കുന്നത് മന്ത്രവാദിനിയെ വഴിപാടായി. സ്വർണം നിങ്ങളുടെ സ്നേഹം, കുന്തുരുക്കം നിങ്ങളുടെ പ്രാർത്ഥന, മൂർ നിങ്ങളുടെ കഷ്ടപ്പാട്. എപ്പിഫാനി തൊട്ടിലിൽ അവസാനിക്കുന്നില്ല, അത് അവിടെ ആരംഭിക്കുന്നു. മന്ത്രവാദിനിയെ ഓർക്കാൻ നിങ്ങൾ ഇവിടെയില്ല. നക്ഷത്രമാകാൻ നിങ്ങൾ ഇവിടെയുണ്ട്. നിരാശയിൽ വെളിച്ചം, വിദ്വേഷം തകർക്കുന്ന ക്ഷമ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന വിശ്വസ്തത, രാഷ്ട്രങ്ങളെ ആകർഷിക്കുന്ന അനുകമ്പ. ഈ സഭ വിടുക, മറ്റൊരു വഴിയിലൂടെ സുഖകരമായ വിശ്വാസം നിരസിക്കുക.
എക്സ്ക്ലൂസീവ് സർക്കിളുകൾ നിരസിക്കുക. എല്ലാ ജനതകൾക്കും വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിക്കുക. എപ്പിഫാനി ആവശ്യപ്പെടുന്നതുപോലെ. എഴുന്നേൽക്കൂ, പ്രകാശിക്കൂ. നിങ്ങളുടെ വെളിച്ചം വന്നിരിക്കുന്നു. രാഷ്ട്രങ്ങൾ ഇപ്പോഴും അന്വേഷിക്കുന്നു. അവർ അവനെ നിങ്ങളിൽ കണ്ടെത്തുമോ? ആമേൻ. എപ്പിഫാനി ആശംസിക്കുന്നു. Thank you for praying and reflecting with Echoes of the Word. If this helped you go a little deeper in faith, please like, share, and subscribe.